الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وقال الذي آمن يا قوم اتبعون يهدكم سبيل الرشاد. يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. من عمل سيئة فلا يجزى إلا مثلها، ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار. تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ നിറഞ്ഞ ചരിത്ര വിവരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫറോവയുടെയും അവന്റെ അണികളുടെയും ശക്തമായ നിലക്കുള്ള അവന്റെ കിരാതമായ ഭരണവും അതിക്രമങ്ങൾക്കും നടുവിലും അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി പരിചയപ്പെടുത്തുവാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വസിച്ച ചുരുക്കം ആളുകളും വളരെ പാടുപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വകവരുത്തും, കൊല്ലും എന്ന തീരുമാനത്തിൽ ഫറോവ എത്തിച്ചേർന്നപ്പോൾ ഫറോവയുടെ മുമ്പിൽ പോയി ഫിറഔൻ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തി, അതുവരെ അദ്ദേഹത്തിന്റെ ഈമാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന, വെളിപ്പെടുത്തിയിട്ടില്ലാതിരുന്ന ഒരു വ്യക്തി ഗുണകാംക്ഷിയുടേതായ സ്വരത്തിൽ ഫറോവയുടെയും മണികളുടെയും മുമ്പിൽ പോയി ശക്തമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ വ്യക്തിയെയാണ് സൂറത്ത് ഗാഫിറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനും മിൻ ആലി ഫിർഔന എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, വഖാലല്ലദീ ആമന എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ നല്ലവനായ വ്യക്തി, അദ്ദേഹം സത്യത്തിന് അനുകൂലമായി സംസാരിക്കുവാൻ പ്രതികൂലമായ ആ ഒരു സാഹചര്യത്തിൽ മനസ്സ് കാണിച്ചു എന്നതിന്റെ പേരിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പേജുകളോളം ആ മഹാനുഭാവന്റെ പ്രബോധനത്തിന്റെ വരികൾ അല്ലാഹു തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് വിശദീകരിച്ച അധ്യായത്തിന് സൂറത്ത് ഗാഫിർ എന്ന് പേരുള്ളതുപോലെ അതേ സൂറത്തിന് തന്നെ സൂറത്ത് മുഅ്മിൻ എന്ന് പേരുണ്ട്.
ആ മുഅ്മിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫറോവയുടെ മുമ്പിലും മണികളുടെ മുമ്പിലും പോയി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സത്യത്തെ നിങ്ങൾക്കൊന്ന് കേട്ടുകൂടെ, ശ്രദ്ധിച്ചുകൂടെ, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് വളരെ കൃത്യമായി പറയാൻ ധീരത കാണിച്ച ആ മഹാനുഭാവന്റെ ഓർമ്മയാണ് സൂറത്ത് മുഅ്മിൻ എന്ന പേരിലൂടെ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ പേര് അല്ലാഹു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ത്യാഗം അല്ലാഹുവിന്റെ ദീൻ അത് കൃത്യമായി പറയാനും അത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനും നിൽക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെയും മണികളുടെയും സത്യാവസ്ഥയെ നിങ്ങളൊന്ന് കാതോർക്കൂ, നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയെ അദ്ദേഹം കാണിച്ചതുകൊണ്ടാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഫറോവയുടെ മുമ്പിൽ പോയി വളരെ കൃത്യമായി തന്നെ പറഞ്ഞുകൊടുത്തു. കഴിഞ്ഞ ക്ലാസിന്റെ ഭാഗത്തിൽ നമ്മളത് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം ഉപദേശിച്ച ഉപദേശത്തിന്റെ വരികൾ, അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സൂറത്ത് മുഅ്മിനിലൂടെ അതല്ലെങ്കിൽ സൂറത്ത് ഗാഫിറിലൂടെ രണ്ട് പേരും ആ സൂറത്തിനുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾക്ക് രണ്ടും മൂന്നും ഒക്കെ പേരിൽ അറിയപ്പെടാറുണ്ട്. ആ കൂട്ടത്തിൽ സൂറത്ത് ഗാഫിർ എന്ന മുസ്ഹഫുകളിൽ കാണുന്ന ആ സൂറത്തിന് തന്നെ സൂറത്ത് മുഅ്മിൻ എന്ന പേരുമുണ്ട്. ഈ മുഅ്മിനായ മനുഷ്യന്റെ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പേര് ആ സൂറത്തിന് വന്നത്. അദ്ദേഹം തുടരുകയാണ്. വളരെ മാന്യമായ നിലക്ക്, ഹൃദയസ്പർശിയായ നിലക്ക് ഫറോവയുടെയും ജനതയുടെയും മുമ്പിൽ പോയിട്ട് കൃത്യമായി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറയാണ്, വിശ്വസിച്ച ആ മനുഷ്യൻ പറഞ്ഞു. ആ കൂട്ടത്തിലും ഫറോവയുടേതായ കുടുംബത്തിൽ നിന്ന് വിശ്വസിക്കാൻ അധികം ആളുകളെ കിട്ടിയിട്ടില്ല. ഒരു വിരലിലെണ്ണാൻ തികയുന്ന ആളുകളെ കിട്ടിയിട്ടില്ലാത്തൊരു കാലത്ത് ഫറോവയുടെ കുടുംബത്തിൽ നിന്ന് ഈ വിശ്വാസം ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വ്യക്തി, ഇനി ഞാൻ മിണ്ടാതിരിക്കേണ്ട സമയമല്ല, ഞാൻ ഇടപെടേണ്ടുന്ന അത്യാവശ്യ ഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനവറുകൾ ഫിറഔനിന്റെ മുമ്പിൽ പോയി ആ ജനതയോട് വളരെ കൃത്യമായി പറഞ്ഞു, യാ ഖൗം, എന്റെ ജനങ്ങളെ, ഇത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, അഹ്ദിക്കും സബീലർ റശാദ്, നേരിന്റെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ആ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫിറഔൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സത്യമായി തോന്നുന്നതിലേക്കാണ് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നതെന്നും വമാ അഹ്ദീകും ഇല്ലാ സബീലർ റശാദ്, നേരായ മാർഗത്തിലേക്കല്ലാതെ എന്റെ ജനങ്ങളെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നില്ല, ഞാൻ നിങ്ങളെ വഴി കാണിക്കുന്നത് നേർമാർഗത്തിലേക്ക് മാത്രമാണെന്ന് ഫിറഔൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫിറഔന്റെ മുമ്പിൽ പോയിട്ടാ പറയുന്നത്, ഈ കാണുന്നതും ഈ പറയുന്നതൊന്നും അല്ല നേർമാർഗം. അതുകൊണ്ട് എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്നെ പിൻപറ്റണം. അഹ്ദിക്കും സബീലർ റശാദ്, നേരായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് ആ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരാം. ജനങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന ആ മഹാനുഭാവൻ വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് കാതോർക്കാത്തത്? ആരെ പേടിച്ചിട്ടാണ് ജനങ്ങളെ നിങ്ങൾ ഇതിനെ അവഗണിക്കുന്നത്, തള്ളിക്കളയുന്നത്? ഈ ലോക ജീവിതമാണോ നിങ്ങൾ കാണുന്നത്? ഈ ലോകത്തെ ജീവിതത്തെ കണ്ണിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഈ നല്ല മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യാ ഖൗം, എന്റെ ജനങ്ങളെ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഅ് വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. എന്റെ ജനങ്ങളെ, നിശ്ചയമായും ഈ ലോക ജീവിതം, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് മതാഉൻ, കേവലം ചില ചിരക്കുകൾ മാത്രമാണ്. ഈ ലോകം ചില സുഖങ്ങൾ താൽക്കാലികമാണ് ജനങ്ങളെ. അത് 10, 60, 70, 80, 100 കൊല്ലമൊക്കെ ജീവിക്കാൻ കഴിയാവുന്ന, അതിൽ തന്നെയും മനുഷ്യൻ ഒരുപാട് പ്രയോജനപ്പെടുന്നതും പെടാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പോക്കിക്കൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായി എണ്ണപ്പെട്ട ശ്വാസോച്ഛ്വാസങ്ങളുടെ ലോകമാണ് ദുനിയാവ്. അതേ അവസരത്തിൽ ഇന്നൽ ആഖിറ,
പരലോക ജീവിതം അതാണത്രേ. പരലോക ഭവനം ഹിയ ദാറുൽ ഖറാർ, അതാണ് സ്ഥിരവാസത്തിന്റെ വീട്, പരലോകത്താണ്. ഇത് സ്ഥിരവാസത്തിന്റെ ലോകമല്ല, ഇത് ശാശ്വതമായ ജീവിതത്തിനുള്ള ലോകമല്ല, അത് പരലോകമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ചില്ലറക്കാലത്തെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ അള്ളാന്റെ ദീന് അത് നിങ്ങൾ മനസ്സിലാക്കാതെ അവഗണിച്ച് കളയുകയാണോ? അതിന്റെ നേരെ മുഖം തിരിക്കുകയാണോ? മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. എന്നിട്ട് അള്ളാഹു ചെയ്യുന്ന ഒരു കാരുണ്യവും അദ്ദേഹം ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ആ തിന്മക്ക് തുല്യമായ ശിക്ഷയല്ലാതെ അവന് പ്രതിഫലം നൽകപ്പെടുകയില്ല. അതേ അവസരത്തിലോ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കെ ഈമാൻ അടിത്തറയായിട്ടുള്ളവനാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. തിന്മക്ക് അല്ലാഹ് കൂലി കൊടുക്കുന്നത് ഒരു തിന്മയുടെ പ്രതിഫലമാണെങ്കിൽ, നന്മ ചെയ്യുന്നത് ഏതു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സ്വർഗത്തിലേക്ക് അല്ലാഹ് അവരെ പ്രവേശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അളവറ്റ പ്രതിഫലമാണ് അവർക്ക് അവിടെ കൊടുക്കപ്പെടുന്നത്. അളന്നുകൊണ്ടല്ല, ക്ലിപ്തപ്പെടുത്തിയിട്ടല്ല, കണക്ക് നോക്കിയിട്ടല്ല, ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത പ്രതിഫലമാണ്, കണക്കല്ലാത്ത വിഭവങ്ങളാണ് അവർക്ക് നൽകപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഏതിനാ മുൻതൂക്കം കൊടുക്കേണ്ടത്? ജനങ്ങളെ, ആ ലോകത്തെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മുൻതൂക്കം കൊടുക്കൂ. ഇതൊക്കെ പറയുന്നത് ആരാന്ന് ഓർക്കണം. ഈ കാലഘട്ടത്തിൽ പ്രബോധന സ്വാതന്ത്ര്യമുള്ള, കേൾക്കാൻ ഒരുപാട് ആളുകളുള്ള, അനുയായികളുള്ള, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സൗകര്യങ്ങളുള്ള, വന്നോളൂ പ്രസംഗിച്ചോളൂ ദീന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾക്ക് മുമ്പിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയുടെയും എന്തിനും ചെയ്യാൻ അവൻ അങ്ങ് റാൻമൊഴിയാൽ, അവനങ്ങ് ഓർഡർ കൊടുത്താൽ പറയുന്നവനെ ഏതു രൂപത്തിലും പീഡിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പട്ടാളത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഗുണകാംക്ഷയോടുകൂടി മനുഷ്യൻ ഈ ദഅവത്ത് നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് പോലും, അള്ളാന്റെ ദീന് പറയാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണായിട്ട് പോലും, ദീന് പറയാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏറെ ഉണ്ടായിട്ട് പോലും, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊന്ന് പറയാൻ, അതിന്റെ ഒരു സഹകാരിയാവാൻ, അതിന്റെ ഒരു പ്രബോധകനാവാൻ, അതിന്റെ ഒരു പ്രചാരകനാവാൻ, അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘുലേഖ ഒരു റൂമിൽ കയറി കൊടുക്കാൻ, ഒരു CD കൊടുക്കാൻ, ഒരു നന്മയുടെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, അതിന് വിളിച്ചാൽ നമുക്കിന്ന് നേരമില്ല, ബിസിയാണ്, തിരക്കാണ്, ജീവിതത്തിന്റെ പളപളപ്പിലാണ്, ജീവിതത്തിന്റെ ശുഗലുകളിലാണ്. മഹാനായ ഈ മനുഷ്യൻ മുഅ്മിനും മിൻ ആലി ഫിർഔൻ, ഫറോവയുടെ കുടുംബത്തിൽ നിന്നും വിശ്വാസം ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം അവിടെ വന്നുകൊണ്ട് ഇതൊക്കെ പറയാണ്. നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഈ ചരിത്രം നമുക്ക് പാഠമാകണം. എന്തു പറഞ്ഞു ഞാൻ ദീനിനെ കുറിച്ച്, ഞാൻ എന്റെ ദീനിനെ കുറിച്ച് എന്തു പറഞ്ഞു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ്. ഏതൊരു മനുഷ്യനും, അവൻ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അള്ളാന്റെ ദീൻ അവൻ മനസ്സിലാക്കിയത്, അത് മനസ്സിലാക്കിയിട്ടില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കൽ അവന്റെ കടമയാണ്. ഓരോരുത്തർക്കും കഴിവുകൾ വ്യത്യസ്തമാണ്. ആ കഴിവുകൾ വളരെ വ്യത്യസ്തമാണെങ്കിലും വ്യത്യസ്തമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണോ തന്നെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അത് ചെയ്യൽ നിർബന്ധം തന്നെ. പണ്ഡിതന്മാര് പറഞ്ഞു, അന്നൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി വാജിബുൻ അലാ കുല്ലി മുസ്ലിം. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, ചീത്തയായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുക, ഗുണകാംക്ഷയോടുകൂടി ആ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വാജിബുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ആ വാജിബ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതിനോടാണ്? ഹുവൽ ഖുദ്റ വൽ ഇസ്തിതാഅ വൽ ഇംകാൻ. തനിക്ക് എത്ര കഴിയും, തന്റെ കഴിവെത്രയാണ്, തന്റെ സാധ്യതകൾ എത്രയാണ്, അതാ അള്ളാഹു നോക്കുക. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയും പോലെ അള്ളാഹനെ സൂക്ഷിക്കണേ. അഥവാ വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. വാതിഉ, നിങ്ങൾ അനുസരിച്ച് ജീവിക്കണേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫൈദാ അമർത്തുക്കും, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫഅ്തൂ മിൻഹു മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിവിന്റെ പതിയെ നിങ്ങളത് ചെയ്തോളണം. ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ നിങ്ങളുടെ കഴിവിന്റെ പരമാപരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടത് ചെയ്തോളണം. അതേ അവസരത്തിൽ വഇദാ നഹൈതുക്കും, ഞാൻ നിങ്ങളോട് വിരോധിച്ചാൽ അൻശൈൻ, വല്ല കാര്യത്തെക്കുറിച്ചും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഫദഉ, നിങ്ങളത് പറ്റേ ഉപേക്ഷിക്കണേ. ഹറാമിൽ നിന്ന് പറ്റ വിട്ടു നിൽക്കുകയും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളമാണോ നിങ്ങളുടെ സാധ്യതകളെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അതിന്റെ പ്രചരണത്തിന്റെ മാർഗത്തിൽ ഒരു തുള്ളിയായി, ഒരു അണിയായി, ഒരു തരിയായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വ്യാപകമായ ശിക്ഷയിൽ നമ്മൾ പെട്ടുപോകുമെന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവര് മാത്രമല്ല പെട്ടുപോവുക, അവരുടെ കൂട്ടത്തിൽ നല്ലവരും പെട്ടുപോകും. നല്ലവരും പെട്ടുപോകും. ശിക്ഷ വരുമ്പോ എല്ലാവരും പെട്ടുപോകും. മഹാന്മാരായ സഹാബിമാർ ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയുണ്ടായി. മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അനുഹ്ലികു വഫീനസ് സാലിഹൂൻ, ഞങ്ങളിൽ സദവൃത്തരായ ആളുകൾ ഉണ്ടായിരിക്കെ, സാലിഹീങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെയും ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസറൽ ഖുബ്സു, ചീത്ത അധികരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാലിഹീങ്ങളും അതിൽ പെട്ടുപോകും. ശിക്ഷ വരുമ്പോ എല്ലാവരും പെട്ടുപോകും. പിന്നെ ഓരോരുത്തരുടെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുക. ഈ ഒരു ദൗത്യം, ഈ ഒരു ഡ്യൂട്ടി നിർവഹിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വല്ലദീ നഫ്സീ ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകരി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട്, സദാചാരം കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം, ദുരാചാരത്തിൽ നിന്ന് വിരോധിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിലോ ഔല യൂശികന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി, റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ നിങ്ങളിലേക്ക് അവൻ അയക്കും. സുമ്മല തദഉന്നഹു ഫലാ യസ്തജീബു ലക്കും, പിന്നെ നിങ്ങൾ അവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം തരൂല. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ വരെ കാരണമായി തീരുന്നത് നന്മ കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് പിറകോട്ട് പോകുമ്പോഴാണ് എന്നർത്ഥം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതിൽ സഹകാരികളാവണം. എത്രയാ സഹോദരങ്ങളെ നമുക്കിവിടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഈ രാജ്യത്തുള്ള ഭരണകൂടം, ഈ രാജ്യത്തുള്ള ഗവൺമെന്റ്, അതേ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബകൾ ശ്രവിക്കാനുള്ള സംവിധാനം, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള സംവിധാനം, അവന്റെ ഭവനങ്ങളിൽ വെച്ച് ദീന് പറയാനുള്ള സംവിധാനം, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഒരു ഫീസ് പോലും കൊടുക്കാതെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വെച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതേ ഗുരുനാഥന്മാർക്ക് ഗവൺമെന്റ് ചെലവിൽ തന്നെ ശമ്പളം കൊടുത്തുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ, എത്രയെത്ര സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നിട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആളുകൾ. അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താത്തവർ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്താതെ, അതിൽ ഭാഗമാക്കാവാതെ, അതിന്റെ പ്രബോധകനും പ്രചാരകനും സഹകാരികളുമാവാതെ, എനിക്കെന്റെ ജോലിയാണ്, എന്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു മാറി നിൽക്കുമ്പോൾ പരീക്ഷണങ്ങൾ പലവിധത്തിലാണ് വരിക, ശിക്ഷകൾ പലവിധത്തിലാണ് വരിക. നമ്മൾ എന്ത് വന്നാലും അതിനൊക്കെ പ്രകൃതിപരമായ കാരണങ്ങൾ കണ്ടെത്തിയേക്കും. പക്ഷേ ശിക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത്, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏതെല്ലാം പ്രവർത്തനങ്ങളിലെ പിന്നോക്കം പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. പരീക്ഷണങ്ങള്, സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതാകുമ്പോ എന്നും ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതൊക്കെ പോയേക്കും, അതും ഒരു പരീക്ഷണമായിരിക്കും.
പല രൂപത്തിലും ഉണ്ടായേക്കാം, പല ഘട്ടങ്ങളിലും ഉണ്ടായേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം നിർവഹിക്കണം. സത്യം ഇനി പറയാതിരുന്നുകൂടാ. അതുകൊണ്ട് ആ സത്യം സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞുകൊടുത്തു. തീർന്നില്ല. അദ്ദേഹം ചോദിക്കാണ്, വയാ ഖൗമി മാലി അദുഉകും ഇലൻ നജാ വതദഊനനി ഇലൻ നാർ. എന്റെ ജനങ്ങളെ, എന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കാര്യം ഞാൻ എന്താ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റിലേക്കുമാണോ ക്ഷണിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയല്ലേ? എന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അദുഉകും ഇലൻ നജാ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് രക്ഷയുടെ മാർഗത്തിലേക്കാണ്. രക്ഷപ്പെടാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നാൽ നിങ്ങളോ വതദഊനനി ഇലൻ നാർ, നിങ്ങൾ എന്നെ വിളിക്കുന്നത് നരകത്തിലേക്കുമാണ്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് രക്ഷയുടെ ലോകമായ സ്വർഗത്തിലേക്കാ. നിങ്ങൾ എന്നെ വിളിക്കുന്നതോ നിങ്ങൾ നരകത്തിലേക്കാ എന്നെ വിളിക്കുന്നത്. എന്താ നിങ്ങൾ നരകത്തിലേക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞ ഉദ്ദേശം? തദഊനനി, നിങ്ങൾ എന്നെ ക്ഷണിക്കുകയാണ് ലി അക്ഫുറ ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ അവിശ്വസിക്കാനാ നിങ്ങൾ പറയുന്നത്. വ ഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽമുൻ, അതിനെക്കുറിച്ച് യാതൊരു വിവരവും നിങ്ങൾക്കില്ല. അങ്ങനെ ഒരു വിവരവുമില്ലാതെ അല്ലാഹുവിന്റെ പങ്കു ചേർക്കുവാനുമാണ് നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് തൗഹീദിലേക്കാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഏകനായ അല്ലാഹുവിങ്കലേക്കാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് ശിർക്കിലേക്കാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് കുഫറിലേക്കാണ്. വഅനാ അദ്ഉകും ഇലൽ അസീസിൽ ഗഫാർ, അസീസും അഥവാ എല്ലാ അന്തസ്സിന്റെയും ഉടമയായ, എല്ലാ അന്തസ്സും ഒത്തിണങ്ങിയ അസീസായ ഗഫാർ, എല്ലാം പൊറുക്കുന്നവനായ നാഥനിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ലാ ജറമ, അല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. അന്നമാ തദ്ഊനനി ഇലൈഹി ലൈസ ലഹു ദഅവത്തുൻ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ വഅന്ന മറദ്ദനാ ഇലല്ലാഹ് വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്ന ആ മാർഗമുണ്ടല്ലോ, ആ മാർഗവും ആ വഴിയുമൊന്നും ദുന്യാവിലും ആഖിറത്തിലും ഗുണകരമായ വഴിയിലേക്കല്ല നിങ്ങളുടെ ക്ഷണം. ദുന്യാവിലും അതുകൊണ്ട് ഫലമില്ല, ആഖിറത്തിലും അതുകൊണ്ട് രക്ഷപ്പെടാനാവില്ല. അങ്ങനത്തെ കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, വഅന്ന മറദ്ദനാ ഇലല്ലാഹ്, നമ്മുടെയൊക്കെ മടക്കസ്ഥലം, മടക്കം അല്ലാഹുവിങ്കലേക്കാകുന്നു. അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വഅന്ന മറദ്ദനാ ഇലല്ലാഹ്, ഞങ്ങളുടെ മടക്കം, നമ്മുടെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. മനസ്സിലാക്കണം നിങ്ങൾ, വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ, അതിക്രമകാരികൾ, അതല്ലെങ്കിൽ അതിര് കവിയുന്നവർ, അവർ തന്നെയാണ് നരകാവകാശികൾ. വികാരഭരിതനായിക്കൊണ്ട് ആ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ സതുപദേശത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന വരിയാണ് ഇനി നമ്മൾ കേൾക്കേണ്ടത്. അത് നമ്മൾ എന്നും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട വചനമാണ്. അള്ളാഹുവിന്റെ ദീന് പറയേണ്ടത് പറഞ്ഞു ഞാൻ. അവസാനിപ്പിക്കുന്ന വരി നോക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ സതുപദേശം അവസാനിപ്പിക്കുന്നത് അല്ലാഹു പറയുന്ന വാചകം, ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ നേരായിരുന്നുവെന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നതൊക്കെ സത്യമായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ജനങ്ങളെ. വല്ലാത്തൊരു വാചകം. ഫസതദ്കുറൂന, അദ്ദേഹം പറയാണ്, ഫസതദ്കുറൂന, വഴിയെ നിങ്ങളൊക്കെ ഓർക്കും, വഴിയെ നിങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങളൊക്കെ ഓർക്കും.
മാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതൊക്കെ സത്യായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു യാഥാർത്ഥ്യം. നമ്മൾ നിലക്കൊണ്ടിരുന്നതൊക്കെ തെറ്റായിരുന്നു, ഈ മനുഷ്യൻ നമ്മോട് പറഞ്ഞതായിരുന്നു ഹഖ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലോകം വരാനുണ്ട്. പക്ഷേ അപ്പോഴേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. അത് ഖിയാമത്ത് നാളാണ്. പരലോകത്തെത്തുമ്പോ നിങ്ങൾക്ക് ബോധ്യമാകും. സുമ്മല തറവുന്നഹാ ഐനൽ യഖീൻ, വളരെ ദൃഢമായി ആ നരകത്തെ, ലതറവുന്നൽ ജഹീം, ജഹീം നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നുള്ള പറഞ്ഞല്ലോ. ആ ലോകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതൊക്കെ സത്യമായിരുന്നുവെന്ന് നിങ്ങൾ അന്ന് ഓർക്കും. ആ വാചകം നമ്മളെല്ലാവരും മനസ്സിരുത്തണം. ആരോട് നന്മ ഉപദേശിച്ചിട്ടും അവര് കേട്ടില്ല, നന്മയുടെ മാർഗത്തിലേക്ക് ആളുകൾ വന്നില്ല, അവരോടൊക്കെ അവസാനം നമുക്ക് പറയാനുള്ളത് അതായിരിക്കണം. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യമൊക്കെ ഇതായിരുന്നു സത്യം എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദിനം, ഒരു നാള് വരാനിരിക്കുന്നു. അത് പറഞ്ഞപ്പോ അവരദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. കൊന്നുകളയുമെന്നോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നോ ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു. എന്റെ കാര്യം ഞാൻ അല്ലാഹുവിങ്കലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുള്ളത് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് വിരോധമല്ല. എന്റെ കാര്യം ഞാൻ അല്ലാഹുവിങ്കലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. തവക്കുൽ, ദൃഢമായ തവക്കുൽ. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ച് ശരിക്കും ബസീറാണ്, കണ്ടറിയുന്നവനാണ്. അദ്ദേഹത്തിന്റെ ആ തവക്കുൽ, അദ്ദേഹത്തിന്റെ കൃത്യമായ ആ തവക്കുലിന്റെ ദൃഢമായ തീരുമാനം, അതിന്റെ ഫലം അല്ലാഹു പറയുന്നത് നോക്കൂ. فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب. فوقاه الله, അപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. സയ്യിആതി മാ മകറൂ, ആ ജനങ്ങൾ തീരുമാനിച്ച ഗൂഢതന്ത്രത്തിന്റെ ശർറുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. അവർ കൊല്ലാനാ പ്ലാനിട്ട്, അദ്ദേഹത്തെയും കൊന്നുകളയാനാ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം അല്ലാഹുവിൽ തവക്കുലാക്കി. റബ്ബ് അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തി എന്ന് നമുക്കറിയില്ല. പക്ഷേ അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മറിച്ച് അല്ലാഹു പറയാണ്, വഹാഖ ബിആലി ഫിർഔന, നിന്നെ അങ്ങനെയാക്കും, നിന്നെ നശിപ്പിച്ചു കളയും, നിന്നെയും നിന്റെ ആളുകളെയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ ഫറോവക്കും അവന്റെ കുടുംബത്തിനുമാണ് വലയം ചെയ്തത്. അവരെയാണ് വലയം ചെയ്തത്, അവരെയാണ് ബാധിച്ചത്. സൂഉൽ അദാബ്, വളരെ മോശപ്പെട്ട ശിക്ഷ അവരെ പിടികൂടുകയാണുണ്ടായത്. ഈ ലോകത്ത് നിന്ന് തന്നെ അവർക്ക് ശിക്ഷകൾ കിട്ടി. ആ ശിക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ പലതും അവർക്ക് ശിക്ഷകളായി വന്നിട്ടുണ്ട്. തുടർച്ചയായി തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. ഈ ലോകത്തവർക്ക് ശിക്ഷകൾ കിട്ടി എന്നുള്ളത് കൊണ്ട് മതിയായിട്ടില്ല. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ ഖബറുകളിൽ അവർക്കിങ്ങനെ ബർസഖിന്റെ ലോകത്ത് നരകം കാണിക്കപ്പെടും. ഖബർ ശിക്ഷയുണ്ട് എന്നുള്ളതിന് പണ്ഡിതന്മാര് തെളിവായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഈ വചനമാണ് ഉദ്ധരിക്കാറുള്ളത്. ഖബറിൽ രക്ഷയുമുണ്ട്, ശിക്ഷയുമുണ്ട്. ഖബറിൽ ശിക്ഷയില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല, അത് ലോക്കപ്പ് മർദ്ദനമാണ്, വിചാരണക്ക് മുമ്പ് ഒരു ഇടിയും അടിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫറോവക്കും അവന്റെ കുടുംബത്തിനും ഈ ലോകത്ത് നിന്ന് കിട്ടിയ ശിക്ഷകൾ കൊണ്ടൊന്നും മതിയായിട്ടില്ല, തീർന്നിട്ടില്ല. അവന്റെ ബർസഖിയായ അഥവാ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ മുന്നോടിയായി, അതിന്റെ മുമ്പേ മനുഷ്യർക്ക് കഴിഞ്ഞുകൂടേണ്ടുന്ന ലോകമാണല്ലോ ദുന്യാവിന്റെ ശേഷമുള്ള ബർസഖ്. ബർസഖ്, മരണത്തിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ള ബർസഖ്. ആ ബർസഖിൽ അവർക്ക് അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർക്ക് നരകം ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. നരകമാണ് കാണിച്ചു കൊടുക്കുക രണ്ടു നേരം, കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിട്ട്.
ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. ഇനി അന്ത്യനാൾ വരുമ്പോഴോ പറയപ്പെടും അദ്ഖിലൂ ആല ഫിർഔന, ഫറോവയുടെ കുടുംബത്തെ അവന് പ്രവേശിപ്പിക്കൂ, അവനെയും അവന്റെ ആൾക്കാരെയും അശദ്ദൽ അദാബ്, കഠിന കഠോരമായ ശിക്ഷയിൽ, അഥവാ നരകത്തിൽ. ആ നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് ആ നരകത്തിലെത്തിയാൽ ഇന്നിപ്പോ ഈ സതുപദേശം നടത്തിയിട്ടുള്ള മനുഷ്യനോട് തർക്കിക്കുകയും ആ മനുഷ്യനോട് പദപ്രതിവാദം നടത്തുകയും ആ മനുഷ്യനെ എതിർക്കാൻ വേണ്ടി ഫറോവയ്ക്ക് ന്യായീകരണം നടത്തുകയും ഒക്കെ ചെയ്ത കക്ഷികൾ നരകത്തിൽ എത്തിച്ചേരുമ്പോ ഇനി അവരവിടെ വെച്ച് ശത്രുക്കളാകുന്ന വിവരം പോലും അല്ലാഹു അവിടെ പറയാണ്. فيقول الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا نصيبا من النار قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. അള്ളാഹു പറയാണ് വളരെ ഗൗരവത്തോടെ, വഇദ് യതഹാജ്ജൂന ഫിന്നാർ, നരകാഗ്നിയിൽ വെച്ച് ഇവർ പരസ്പരം വാദപ്രതിവാദം നടത്തും, ഇവര് പരസ്പരം തർക്കിക്കുന്നു നരകത്തിൽ വെച്ച്. ഫയഖൂലു ദുഅഫാ, അവിടെ വെച്ച് അതാ ഈ പാവപ്പെട്ടവരായ ആളുകളൊക്കെ ഫിർഔനിന്റെ സിൽബന്ദികളായി നടന്നിരുന്ന കക്ഷികൾ, ദുർബലന്മാരായിരുന്ന അവര്, ഫിർഔനിനൊത്ത് റാൻമൂളികളായി നടന്നിരുന്ന അവര് ഫറോവയുടെയും അവന്റെ അണികളുടെയും മുഖത്ത് നോക്കിയിട്ട് പറയും, ലില്ലദീനസ്തക്ബറൂ, അഹങ്കാരികളോട് അവര് പറയും, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെയല്ലേ പിൻപറ്റിയത്, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയിട്ടാണ് ദുനിയാവിൽ ജീവിച്ചത്. അതുകൊണ്ട് ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു വിഹിതമെങ്കിലും ഒരല്പമെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഒന്ന് ശ്രമിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടാ നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ വന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ വക്കാലത്ത് പറഞ്ഞത്, നിങ്ങളുടെ കൂടെയാ ഞങ്ങൾ നിന്നത്. അതുകൊണ്ട് ഈ നരകത്തിയിൽ നിന്ന് ഒരു നസീബ്, ഒരു വിഹിതമെങ്കിലും ഒന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അവർക്കുണ്ടോ വല്ലതിനും കഴിയുന്നു? അല്ലാഹു തആല പറയുന്നു, ഖാലല്ലദീന ഇസ്തക്ബറൂ, അഹങ്കാരികളായ ജനത പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ്, ആർക്കും രക്ഷയൊന്നുമില്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല, നിങ്ങൾക്ക് ഞങ്ങൾക്കും ചെയ്തു തരാൻ കഴിയില്ല. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ അല്ലാഹു തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി ഒന്നും ആർക്കും ചെയ്യാനില്ല. ഇതാണ് ജനങ്ങളെ അവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആ മഹാനായ വ്യക്തിത്വം അവരോട് പറഞ്ഞു. പക്ഷേ അവര് ഒരു നിലക്കും ചെവിക്കൊണ്ടില്ല. അവരവരുടെ മർദ്ദനങ്ങളും അക്രമങ്ങളുമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോയി. നിസ്കരിക്കാൻ വരെ സ്വാതന്ത്ര്യമില്ല. അവർക്കിടയിൽ പരസ്യമായി ഒരു നിസ്കാരം നിർവഹിക്കാൻ വരെ അണികൾക്ക് അനുവാദമില്ല. സ്വകാര്യമായിട്ട് വേണം ഇബാദത്ത്, ആരാധനാ കർമ്മങ്ങൾ വരെ ചെയ്യാൻ. ആ ഘട്ടത്തിൽ അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബിയോടും ഒരു കാര്യം കൽപ്പിക്കുകയാണ്. വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി وأوحينا إلى موسى وأخيه أن تبوأا لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. സൂറത്ത് യൂനുസിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി, മൂസയോടും സഹോദരനായ ഹാറൂനിനോടും നാം വഹയി കൊടുത്തു. രണ്ടാളോടും നാം പറഞ്ഞു, അൻ തബവ്വഅ, നിങ്ങൾ രണ്ടുപേരും സൗകര്യപ്പെടുത്തി കൊടുക്കുവീൻ, നിങ്ങൾ രണ്ടാളും സൗകര്യപ്പെടുത്തി കൊടുക്കുവീൻ, സൗകര്യം ചെയ്തു കൊടുക്കുവീൻ. ലി ഖൗമിക്കുമാ, നിങ്ങളുടെ രണ്ടാളുടെയും ജനതക്ക്, ബി മിസ്ര, ഈജിപ്തിൽ ഒരു ഭാഗത്ത്, ബുയൂത്തൻ, ചില വീടുകൾ കൽപ്പിക്കുന്നവരോട്. അവര് ഫിറഔനിന്റെയും അവന്റെ ആൾക്കാരുടെയും ഇടയിൽ ഇങ്ങനെ വേറിട്ട് അവിടെയും ഇവിടെയും ജീവിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഒരു ഏരിയയിലേക്ക് അവര് മാറട്ടെ. കാരണം അവർക്ക് ഇനി അവിടുന്നാ പോകേണ്ടത്, അവിടുന്നാണ് ഇനി അവർക്ക് കടൽ കടന്ന് പോകേണ്ടത്. ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയണം. ആ ഒരു സ്ഥലത്ത് നമ്മുടെ വീടുകൾ ഉണ്ടാക്കട്ടെ. ഈജിപ്തിന്റെ ഒരു ഭാഗത്ത് അവർക്ക് വേണ്ടി വീടുകൾ ഏർപ്പാട് ചെയ്യുക. വജഅലൂ ബുയൂതകും ഖിബല, വജഅലൂ ബുയൂതകും ഖിബല, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖിബലകളാക്കുക.
അഥവാ നിങ്ങൾ നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ. ആ വീടുകളിൽ വെച്ച് നിങ്ങൾ കഅബയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ആരാധനാലയങ്ങൾക്ക് അവിടെ അനുമതിയും സൗകര്യങ്ങളും ഫറോവ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചോളൂ. ആ നിസ്കാരം നിങ്ങൾ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞോളൂ എന്നാണ് ഒരു ഭാഗം മുഫസ്സിരീങ്ങൾ അവിടെ വ്യാഖ്യാനം കൊടുത്തത്. കാരണം സർവ്വ അമ്പിയാക്കളുടെയും ഖിബ്ല കഅബയായിരുന്നു എന്നതാണ്. എന്നാൽ അതല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞോളാനുള്ള കൽപ്പനയാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും നിസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവീൻ. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് വിജയം വരാനിരിക്കുന്നു എന്നവരെ അറിയിക്കുക എന്നർത്ഥം. ഈ സന്നിഗ്ധ ഘട്ടത്തിലും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം പറയുകയാണ്. ഏത് സമൂഹത്തിനും ഉണ്ടായിരുന്നു നിസ്കാരം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ജനത എത്ര റക്അത്ത് എത്ര വഖത്ത് നമ്മൾ നിസ്കരിക്കും പോലെ തന്നെയാണോ നിസ്കരിച്ചത്, അതൊന്നും അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹു ആലം എന്തായിരുന്നു അതിന്റെ രീതി, എന്തായിരുന്നു അതിന്റെ രൂപമെന്നും. എന്തായിരുന്നാലും നിസ്കാരം നിലനിർത്താൻ വേണ്ടി അള്ളാഹു അവരോടും കൽപ്പിക്കുകയാണ്. കാരണം അതിലൂടെയാണ് വിജയം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ക്ഷമയോടുകൂടി ക്ഷമ മുഖേന അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, സഹനവും നിസ്കാരവും അള്ളാഹിനോട് സഹായം തേടുന്ന രണ്ട് മാധ്യമങ്ങളാണ്. ധാരാളം സഹിക്കുന്നതിലൂടെ റബ്ബിനോട്, റബ്ബേ ഞങ്ങൾ സഹിക്കുന്നു, നീ സഹായിക്കണം. നിസ്കാരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിൽ വളരെ റബ്ബിനോട് കേണു പറഞ്ഞ് വിഷമങ്ങളിൽ നിന്ന് മോചനം തേടാറുണ്ട്. നമുക്കുള്ള രക്ഷാ കവചമാണ് സഹനവും അതുപോലെ തന്നെ നിസ്കാരവും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയോടും പറയാണ്, വഅഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം വളരെ കൃത്യമായി നിലനിർത്തണം. ആ നിലക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അതുപോലെ തന്നെ ഹാറൂൻ നബിയോടും അള്ളാഹു പറയാണ്, ഈജിപ്തിലെ ഒരു ഭാഗത്ത് അവർക്കായി പ്രത്യേകമായ വീടുകൾ തയ്യാറാക്കുവാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടാനും നിസ്കാരം വളരെ കൃത്യമായി നിലനിർത്തുവാനും അതിലൂടെ റഹ്മാനായ റബ്ബിനോട് സഹായം തേടുവാനും വിജയം വരാനുണ്ട് എന്ന സുവിശേഷം അറിയിക്കുവാനും നിസ്കാരത്തിൻ്റെതായ കാര്യത്തിന്റെ ഗൗരവം ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുവാനും എല്ലാം ഈ ചരിത്രത്തിലൂടെ ഈ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ടതുണ്ട്. തീർന്നില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള ഫിത്നകളും ഫസാദുകളും വർദ്ധിക്കുക തന്നെയാണ്. ഫറോവാവിന്റെ മർദ്ദനത്തിന് ഒരു കമ്മിയും വരുത്തുന്നില്ല. പീഡിപ്പിക്കപ്പെടുക തന്നെയാണ് ജനത. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിന്റെ പേരിൽ, ശിർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ, ഇസ്ലാമികമായി അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളിൽ ഒതുങ്ങി നിൽക്കുന്നു, നിഷിദ്ധങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു എന്നതിന്റെ പേരിൽ മർദ്ദനങ്ങൾ വർദ്ധിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഫറോവയും അവന്റെ ആളുകളും അവർക്ക് കിട്ടിയ എല്ലാ സൗകര്യങ്ങളും മൂസാ അലൈഹിസ്സലാം പ്രചരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ദീനിനെതിരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധ്യമായി, ഇനി നിവൃത്തിയൊന്നുമില്ല, ഇനി എന്താ ചെയ്യാനുള്ളത്? അള്ളാഹിനോട് പറയാണ്, നശിപ്പിക്കാൻ പറയാം. കാരണം പരിധികളുടെ എല്ലാ അറ്റങ്ങളിലും എല്ലാ അറ്റത്തും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ടുണ്ട്. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിന്റെ ദീന് പറയാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് രാവും പകലുമില്ലാതെ പറഞ്ഞ് നന്നാവില്ലെന്ന ഘട്ടമെത്തിയപ്പോ മഹാനുഭാവന് പിന്നെ ഒരു നിവൃത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. റബ്ബി ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക, നീ അവരെ വിട്ടുകളഞ്ഞാൽ നിന്റെ അടിമകളെ ഇനിയും അവര് പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാളെയും നീ വിട്ടുകളയരുത് റബ്ബേ, അവരിൽ നിന്ന് ഒരാളെയും നീ വിടരുതേ, നീ അവരെ നശിപ്പിക്കണേ എന്നവസാനമായി നൂഹ് നബി അലൈഹിസ്സലാമിന് പ്രാർത്ഥിക്കേണ്ടി വന്നു. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. അല്ലാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഗതിമുട്ടിയപ്പോ, പൊറുതിമുട്ടിയപ്പോ അവസാനം അവർ രണ്ടാളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടി വന്നു. ഇനി രക്ഷല്ല,
ഇനി ഈ ഖൗമ നന്നാകുമെന്ന പ്രതീക്ഷയില്ല, ഇനി ഇവരിൽ നിന്ന് ഒരു ഗുണവും പ്രതീക്ഷിക്കാനില്ല. ആ സമയത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ റബ്ബനാ ലിയുദില്ലു അൻ സബീലിക് ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക ആതൈത, നിശ്ചയമായും നീ കൊടുത്തല്ലോ, നീ കൊടുത്തിട്ടുണ്ട്, ഫിർഔന, ഫറോവക്കും, വമലഅഹു, അവന്റെ പ്രധാനികൾക്കും അവന്റെ സംഘത്തിനും അവന്റെ പ്രമാണിമാർക്കും അവന്റെ പ്രമുഖന്മാർക്കുമൊക്കെ നീ ധാരാളം കൊടുത്തല്ലോ. സീന, ഒരുപാട് ദുന്യാവിന്റെ അലങ്കാരങ്ങൾ നീ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അംവാലൻ, ഒരുപാട് മുതലും കൊടുത്തു. അല്ലാഹ് ദുന്യാവിന്റെ ഒരുപാട് അലങ്കാരങ്ങള്, ആഭരണങ്ങള്, ആടയാഭരണങ്ങൾ, സൗകര്യങ്ങൾ, വഅംവാലം ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ ധാരാളക്കണക്കിന് സമ്പത്തും അല്ലാഹ് ഫിർഔനും അവന്റെ ആളുകൾക്കും കൊടുത്തല്ലോ. അല്ലാഹ് അവർക്കതൊക്കെ കൊടുത്തതിൽ എനിക്ക് അസൂയയുണ്ടായിട്ടല്ല, അവർക്ക് എത്രയും കിട്ടിക്കോട്ടെ, പക്ഷേ എന്റെ സങ്കടം, ഞങ്ങളുടെ സങ്കടം, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുദില്ലു അൻ സബീലിക, നിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പഴപ്പിക്കാനാണല്ലോ അവരതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. വളരെ മനസ്സിലാക്കണം. അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ, അവർക്ക് നീ ഒരുപാട് മുതൽ കൊടുത്തല്ലോ, എനിക്കെന്താ തരാത്തത് എന്നല്ല ചോദിച്ചത്. അവർക്കൊരുപാട് സൗകര്യം കൊടുത്തല്ലോ, എനിക്കെന്താ തരാത്തത് എന്നല്ല ചോദിച്ചത്. അവർക്കൊരുപാട് മുതലും സൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കൊടുത്തല്ലോ, എന്തുകൊണ്ട് എനിക്ക് തന്നിര പടച്ചോനേന്ന് നിരാശപ്പെട്ട് അള്ളാഹിനോട് അങ്ങോട്ട് സങ്കടം പറയല്ല ചെയ്യുന്നത്. മറിച്ച് റബ്ബേ, നീ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് വിഷമല്ല, പക്ഷേ എന്റെ സങ്കടം ആ കിട്ടിയ സൗകര്യങ്ങളും അവന്റെ അധികാരങ്ങളും അവന്റെ സമ്പത്തും അവന്റെ പണവും അവന്റെ പ്രതാപവും അവന്റെ സ്വാധീനവും ഒക്കെ അവൻ ഉപയോഗപ്പെടുത്തുന്നത് റബ്ബനാ ലിയുദില്ലു അൻ സബീലിക, നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ പഴപ്പിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അവന്റെ അധികാരം ഉപയോഗിച്ചവൻ ജനങ്ങളെ പേടിപ്പിക്കുന്നത് സത്യദീനിലേക്ക് ജനങ്ങൾ വരാതിരിക്കാനാണ്. അവന്റെ പണം അവൻ ഒഴുക്കുന്നത് ഈ സത്യം ജനങ്ങൾ കേൾക്കാതിരിക്കാനും കേട്ടവർക്കും മനസ്സിലായവർക്കും പോലും ധൈര്യത്തോടുകൂടെ അഡ്മാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബേ, അവര് നിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പഴപ്പിക്കാനാണ് ഈ ധനം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്തു വേണം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന തുമിസ് അലാ അംവാലിഹിം, അവരുടെ സമ്പത്തുകളൊക്കെ നീ തുടച്ചു നീക്കണേ, അവരുടെ മുതലുകളൊക്കെ നീ തുടച്ചു നീക്കണേ. വഷ്തുദ് അലാ ഖുലൂബിഹിം, കാരണം അവരുടെ സമ്പത്ത് കൊണ്ടാണല്ലോ അവർ ഈ അക്രമമൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് അങ്ങ് നശിച്ചാൽ തന്നെ അവരുടെ അഹങ്കാരം പോകും. വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം കൊടുക്കണേ. അവര് കൂടുതൽ ദുൽമ ചെയ്യും, അപ്പൊ പെട്ടെന്ന് ശിക്ഷ വരും. അങ്ങനെ അവര് കഠിന ഹൃദയന്മാരാവട്ടെ, അവരുടെ മുതലുകളൊക്കെ നശിച്ചു പോകട്ടെ. ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ വരുന്നത് വരെ, അത് കൺമുമ്പിൽ കാണുന്നത് വരെ അവര് വിശ്വസിക്കൂല. അതുകൊണ്ട് റബ്ബേ, നീ അവരെ മുതല് നശിപ്പിക്ക്, കഠിനമായ ശിക്ഷ കൊടുക്ക് എന്ന് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരും പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിശ്വാസികളെയും നിരന്തരമായി പീഡിപ്പിക്കുന്ന ഫറോവക്കും അവന്റെ ആളുകൾക്കുമെതിരെയുള്ള പ്രാർത്ഥന റബ്ബ് കേട്ടു. അല്ലാഹു തആല പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ വലാ തത്തബിഅന്നി സബീലൽ ലദീന ലാ യഅലമൂൻ. ഖാല, അല്ലാഹു പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഉത്തരം തരും, ഉത്തരം ഞാൻ തരാം, അള്ളാന്റെ ഓഫർ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശിക്ഷിക്കേണ്ടത് ഞാൻ ശിക്ഷിച്ചോളും. ഫസ്തഖീമാ,
നിങ്ങൾ രണ്ടാളും നേരെ ചൊവ്വേ തന്നെ ജീവിക്കണം. വലാ തത്തബിയാനി, നിങ്ങൾ ഇരുവരും പിൻപറ്റിപ്പോകരുത്. സബീലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ വഴി നിങ്ങൾ പിൻപറ്റരുത്. കണ്ടോ, മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരം കിട്ടി, അത് ഞാൻ കൊടുക്കാം. അവര് തകരും, അവര് നശിക്കും, അവർക്കുള്ള ശിക്ഷകളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എല്ലാം കൊടുക്കും. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നൊന്നും പിന്മാറരുത്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ മുന്നേറണം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറണം. അള്ളാന്റെ ദീന് പറയുന്നത് നിർത്തരുത്. അള്ളാന്റെ ദീന് എത്ര വലിയ സാഹചര്യത്തിലാണെങ്കിലും എത്ര വലിയ രൂപത്തിലൊക്കെ മദീന് തോന്നിപ്പോകരുത്. എല്ലാം തികഞ്ഞിട്ടുണ്ട്, ഇനി ദീനൊന്നും പറയണ്ടാന്ന് തോന്നരുത്. ശത്രുക്കളൊക്കെ പോയില്ലേ, നശിച്ചില്ലേ, ഇനി കയ്യും കെട്ടി ഇരിക്കാന്ന് വിചാരിക്കരുത്. ഫസ്തഖീമാ, നിങ്ങൾ ഇരുവരും നേരെ ചൊവ്വായ മാർഗത്തിൽ തന്നെ നിലകൊള്ളുകയും വേണം. വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ മാർഗത്തിലേക്ക് നിങ്ങൾ പിൻപറ്റിപ്പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്മാരായ രണ്ടാളുടെയും പ്രാർത്ഥന കേട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനാ അവരുടെ മുതലിനെതിരെ പ്രാർത്ഥിച്ചത്? എന്തിനാ അവർക്കെതിരെ പ്രാർത്ഥിച്ചത്? അവരുടെ മനസ്സിന്റെ വിഷമെന്താണ്? അള്ളാന്റെ ദീന് തകർക്കാനാണ് ഈ മുതലും സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ ആ മഹാന്മാരായ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരവും കൊടുക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ട് അവരിൽ അല്ലാഹു തആല ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ശിക്ഷകൾ കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ അവസരത്തിലൂടെ നമുക്കതിനെ സംബന്ധിച്ചും അതിന്റെ ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ മഹാനുഭാവന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠങ്ങളെ ശരിയാം വിധം ഉൾക്കൊള്ളുകയും നമ്മുടെയും ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ രംഗത്ത് വരുന്ന വീഴ്ചകളെ കുറിച്ച് നന്നായി ആലോചിക്കുകയും ന്യൂനതകളും പോരായ്മകളും നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിന്റെ പരിഹാരത്തിന്റെ പാതയിൽ അണിചേരുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ അത് സമൂഹത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും അവനവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് പ്രബോധനം നടത്തണം എന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഈ കേട്ടത്. പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് പോലും മുഅ്മിനും മിൻ ആലി ഫിർഔന എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഒരു സൂറത്തിന് തന്നെ ആ പേരിൽ അറിയപ്പെടാൻ മാത്രം ആ വ്യക്തിത്വത്തിന്റെ കൃത്യമായ ചിന്ത ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ അല്ലാഹു വെച്ചത് എനിക്കും നിങ്ങൾക്കും ഒരു മെസ്സേജ് തരാൻ കൂടിയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ. എന്നാലും അള്ളാന്റെ ദീന് പറയാതിരിക്കരുത്. അവനവന്റെ കഴിവിന്റെ പരമാവധി അള്ളാന്റെ ദീന് എത്തിക്കണം. അതിനെന്താണോ തന്നാലാവുന്നതെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന ആ ഒരു വലിയ സന്ദേശം, അതിലൂടെയാണ് ആ മഹാന്റെ പേര് ലോകത്ത് നിലനിന്നത്. അതിലൂടെയാണ് അള്ളാഹുവിന്റെ കാവൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറു, അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹ് അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു എന്നാണ്. അതൊക്കെ നമുക്കും കിട്ടണം. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശർറുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തോടെ നിലനിൽക്കാൻ കഴിയണം. അതിന് ഇസ്സത്തോടെ ജീവിക്കണമെങ്കിൽ, ഇസ്സത്തോടെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ കണ്ടീഷൻ ഈ സമൂഹം പൂർത്തിയാക്കിയിരിക്കണം. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ വിറയില്ലാതെ നിങ്ങൾക്ക് നല്ല സ്ഥൈര്യം അള്ളാഹു നൽകും. ഇപ്പൊ വിറക്കുകയാണ്, സമൂഹം വിറക്കുകയാണ്, സമുദായം ചോദ്യം ചെയ്യപ്പെടുകയാണ്, കൊത്തി വലിക്കപ്പെടുകയാണ്. എന്താണ് മാർഗം? അള്ളാന്റെ ദീനിനെ സഹായിക്കുക, അവനിൽ തവക്കുലാക്കുക, അവനോട് ദുആ ചെയ്യുക, അവനോട് സഹായത്തിന് വേണ്ടി അർത്ഥിക്കുക, അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ അള്ളാന്റെ സഹായമുണ്ടാകുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരാളെയും ഭയപ്പെടേണ്ടി വരില്ലെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്സത്ത് ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ട് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.